കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആക്ട് ചെയ്താൽ അത് തെറ്റായ നടപടിയാണ്, നിങ്ങൾ തിരുത്തണം. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അത് കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് അയച്ചില്ല? അയക്കാത്തതിന് കാരണം എന്താണ്? അത് കൂട്ടുകച്ചവടമാണ്. അദാനി സതീശൻ കൂട്ടുകെട്ടാണ്. ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആരും പറഞ്ഞു? ശരി, ശ്രീ അനിൽകുമാർ, ഒരു കാര്യം പറഞ്ഞു പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കുറച്ചു ചാടുക എന്നൊരു പ്രയോഗം നടത്തി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് ഉചിതമല്ല എന്ന് ഞാൻ എന്റെ അഭിപ്രായം വ്യക്തമാക്കുകയാണ്. എന്താ ഉറക്കം വരുന്നു? ഞങ്ങളുടെ അനുഭവം അത് അങ്ങയുടെ ഇഷ്ടമാണ്, അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ്, വ്യക്തിപരമായ നിലപാടാണ്. എന്റെ എതിർപ്പാണ് ഞാൻ അറിയിച്ചത്. അത് ഞങ്ങളുടെ അനുഭവമാണ്. അത് ഉന്നയിച്ചു, ഞാൻ എതിർപ്പറിയിച്ചു. ഇനി കോൺഗ്രസിന് എതിർപ്പുണ്ടെങ്കിൽ അവർ പറയുകയും ചെയ്യും. അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ഒരു ചർച്ച നയിക്കുമ്പോൾ സഭാമര്യാദകളുടെ ലംഘനം ഉണ്ടായെന്ന് തോന്നിയാൽ പറയാനുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങയുടെ നിലപാട് പറയാൻ, അങ്ങയുടെ ബോധ്യം പറയാൻ, അങ്ങയുടെ പാർട്ടിയുടെ നിലവാരവും എല്ലാം പറയാൻ അങ്ങേക്ക് അവകാശമുണ്ട്. കൂടുതൽ വിശദീകരിക്കണോ? ഒരു ചർച്ച നയിക്കുമ്പോൾ സഭാമര്യാദകളുടെ ലംഘനം ഉണ്ടായെന്ന് തോന്നിയാൽ പറയാനുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ്.